ഈ ഈ ചു ആനയുടെ പലപ്പോഴും ഈ സിനിമകളിലൊക്കെ ഈ ചൂണ്ടുമർമ്മമൊക്കെ കാണിച്ചൊക്കെ നിർത്തുക, ഒരു വിരലിലിങ്ങനെ നിർത്തുക, ആനയുടെ പേര് പിടിച്ച് നിർത്തുക. ഇപ്പൊ കേശവ എന്നൊക്കെ വിളിച്ച ആന അങ്ങനെ സ്റ്റക്കായി നിൽക്കുക, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും മതപ്പാട് വന്നാൽ പോസിബിൾ ആണോ? മതപ്പാടിലൊന്നും അതൊന്നും സ്വീകാര്യമല്ല. ആ, അത് നടക്കുന്ന ഒരിക്കലുമല്ല, കാര്യമല്ല. ഒരിക്കലുമല്ല. ഇതിപ്പം നമ്മളിപ്പോൾ നീ അവിടെ നിൽക്ക് എന്ന് ഒരു മതപ്പാടുള്ള ഒരു ആനയോട് പറഞ്ഞാൽ സാധ്യമല്ല. ഉം. ഒരിക്കലും സാധ്യമല്ല. കാരണം അതിൻ്റെ ആ മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് അതിന് എന്തും കാണിക്കാനുള്ള ഒരു വലിയ മനസ്സതിനുണ്ട്. ഉം. നമ്മളെ അനുസരിക്കണമെന്നില്ല. ഉം. 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 നമ്മളെ അനുസരിക്കണമെന്നില്ല. അപ്പോൾ അതിന് ഞാൻ മുൻകൂട്ടി ഒരു ഉദാഹരണം പറഞ്ഞു. ഉം. ചില ആനകളെ മതപ്പാടിൽ നമുക്ക് കൊണ്ട് നടക്കാം. താടയോട് താടെ ഒലിക്കുമ്പോൾ ഉം. നമുക്ക് കൊണ്ട് നടക്കാം. എല്ലാത്തിനെയും പറ്റില്ല. ഉം. 100ക്ക് ചിലപ്പം 10 ആയിരിക്കും ഉള്ളത്, അല്ലെ 5 ആയിരിക്കും. ഉം. ബാക്കിയെല്ലാം വൈലൻ്റാ. എന്നാൽ വേറൊരാളിന് പറ്റത്തില്ല. ഉം. ഇതിൻ്റെ ചട്ടക്കാരന് പറ്റും. ആ ആനയെ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ 100ക്ക് ഒരു 10 കാണും കഷ്ടി. ബാക്കിയെല്ലാം വൈലൻ്റാ. ഓ. കെട്ടിയിട്ടേ പറ്റൂ. അല്ലെങ്കിൽ അത് ഉപദ്രവിക്കും, അത് നാശനഷ്ടങ്ങളുണ്ടാക്കും, അത് വലിയ നാടിന് വിപത്തുണ്ടാക്കും. ഇത് മതപ്പാടിന് അതിൻ്റെ കാലഘട്ടമാണത്. ഉം. അതിനെ ഒരു തെറ്റും പറയാൻ അതിലില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.